നമസ്കാരം, ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് 2025 ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ്. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം. സൂര്യൻ ജൂലൈ 16 വരെ മിഥുനൻ രാശിയിലും 17 മുതൽ കർക്കടകൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. ചൊവ്വ ജൂലൈ മാസത്തിൽ 3 രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ജൂലൈ 7 വരെ കർക്കടകത്തിലും ശേഷം ജൂലൈ 28 വരെ ചിങ്ങത്തിലും 28-ന് ശേഷം കന്നിയിലുമാണ് സഞ്ചരിക്കുന്നത്. ബുധൻ കർക്കടകത്തിൽ ഓഗസ്റ്റ് 30 വരെ സ്ഥിതി ചെയ്യും. ഗുരു മിഥുനൻ രാശിയിൽ. ശുക്രൻ ജൂലൈ 26-ന് മിഥുനൻ രാശിയിലേക്ക് രാശി മാറും. ഓഗസ്റ്റ് 20 വരെ മിഥുനത്തിൽ സ്ഥിതി ചെയ്യും. ശനി മീനൻ രാശിയിൽ. കേതു ചിങ്ങത്തിലും രാഹു കുംഭത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് തുല, വൃശ്ചികം, ധനു എന്നീ 3 രാശികളുടെ ഫലമാണ്. ആദ്യമായി തുലാൻ രാശി. ചിത്തിരേര, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാൻ രാശി. തുലാൻ രാശിയുടെ 11-ാം ഭാവാധിപനായ സൂര്യൻ ജൂലൈ മാസത്തിൽ തുലാമിൻ്റെ 9ഉം 10ഉം ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ജൂലൈ 15 വരെ 9-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ പല വിധത്തിലുള്ള മനക്ലേശങ്ങളും ബന്ധുക്കളുടെ അകൽച്ചയും പണസംബന്ധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാം. ചിലവുകൾ കൂടും. അപവാദം കേൾക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ ജൂലൈ 15-ന് ശേഷം സൂര്യൻ 10-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. പണത്തിൻ്റെ ബുദ്ധിമുട്ട് മാറിക്കിട്ടും. ധനവരവ് വർദ്ധിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. കർമ്മരംഗത്ത് ഉയർച്ചയും അഭീഷ്ടലാഭവും ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കും. 10-ാം ഭാവത്തിൽ ജൂലൈ 7 വരെ ചൊവ്വയും ഓഗസ്റ്റ് 30 വരെ ബുധനും സഞ്ചരിക്കുന്നു. 7-ാം തീയതി വരെ 10-ൽ നിൽക്കുന്ന ചൊവ്വ കർമ്മപുഷ്ടി ഉണ്ടാക്കുമെങ്കിലും സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. എന്നാൽ 10-ൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനമാനങ്ങളും അധികാരങ്ങളും നൽകും. ശത്രുക്കളുടെ പരാജയവും സുഹൃത്തുക്കളുടെ സഹകരണവും ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും 10-ലെ ബുധൻ അനുകൂല ഫലങ്ങൾ നൽകുന്നു. ബിസിനസ്സുകാർക്ക് വൻപിച്ച നേട്ടങ്ങൾ ഉണ്ടാകും. 7-ാം ഭാവാധിപനായ ചൊവ്വ 10ഉം 11ഉം ഭാവങ്ങളിലൂടെയാണ് ജൂലൈ മാസത്തിൽ സഞ്ചരിക്കുന്നത്. ബിസിനസ്സുകാർക്ക് ചൊവ്വയുടെ ഈ സ്ഥിതി വളരെ ഗുണഫലങ്ങളാണ് നൽകുന്നത്. കാര്യവിജയവും ഭൂമി ക്രയവിക്രയങ്ങളിൽ നേട്ടങ്ങളും ഉണ്ടാകും. 5-ാം ഭാവാധിപനായ ശനി 6-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്താൽ നല്ല വിജയമുണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് സമയം മെച്ചമാണ്. ദമ്പതികൾക്ക് സമയം നല്ലതാണ്. പ്രണയിക്കുന്നവർ തമ്മിൽ കലഹമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. തുലാൻ രാശിക്കാരുടെ 5-ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. ഇത് മനഃചാഞ്ചല്യത്തെ കാണിക്കുന്നു. മനഃസുഖം കുറയും. സന്താനഹാനി, ധനഹാനി, സുഖഹാനി, കേസ് വഴക്ക് എന്നിവയെ സൂചിപ്പിക്കുന്നു. 6-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. പലതരത്തിലുള്ള സുഖങ്ങളും സ്ത്രീ സുഖവും ശത്രുക്കളുടെ പരാജയവും ധനവും നൽകുന്നു. ഗ്രഹം പണിതുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് പണി തീർത്ത് താമസിക്കാൻ കഴിയും. ഗവൺമെൻറ്റിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു. ശുക്രൻ 8, 9 ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ജൂലൈ 26 വരെ 8-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ദുഃഖങ്ങൾക്ക് ഹാനിയും സുഖസമൃദ്ധിയും നൽകുന്നു. ധനവരവ് കൂട്ടുന്നു. ജൂലൈ 26-ന് ശേഷം 9-ാം ഭാവത്തിൽ രാശി മാറുന്ന ശുക്രൻ ധനധാന്യ സമൃദ്ധിയാണ് കാണിക്കുന്നത്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ വിജയം, വസ്ത്രാഭരണാദി ലാഭം എന്നിവയുണ്ടാകും. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം പുത്രസുഖവും ഗ്രഹസുഖവും നൽകുന്നു. ഇഷ്ടപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഈ സമയത്ത് സാധിക്കും. ധനലാഭവും പദവികളും ലഭിക്കും. തുലാൻ രാശിക്കാർക്ക് പൊതുവെ പ്രബലരായ എല്ലാ ഗ്രഹങ്ങളും അനുകൂല സ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ജൂലൈ മാസം വളരെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കും. ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കാൻ എല്ലാ ദിവസവും നാമം ജപിക്കുക. അത് വളരെ ഗുണകരമായിരിക്കും. അടുത്തതായി വൃശ്ചികൻ രാശി. വിശാഖം, കാൽ, അനിഴം, കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികൻ രാശി. സൂര്യൻ വൃശ്ചികൻ രാശിയുടെ 8, 9 ഭാവങ്ങളിലൂടെയാണ് ജൂലൈ മാസത്തിൽ സഞ്ചരിക്കുന്നത്. ജൂലൈ 16 വരെ സൂര്യൻ 8-ൽ സഞ്ചരിക്കുമ്പോൾ ഏത് പ്രവർത്തനങ്ങൾക്ക് ശ്രമിച്ചാലും ഒരു തടസ്സമുണ്ടാകും.
പങ്കാളിക്ക് ദുരിതങ്ങൾ ഉണ്ടാകാം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികൂല അനുഭവങ്ങൾ ഉണ്ടാകാം. വായ്പ എടുത്തിരിക്കുന്നവർ ശ്രദ്ധിക്കണം. അപവാദം കേൾക്കാൻ ഇടവന്നേക്കാം. എതിരാളികളുമായി വാക്കുതർക്കത്തിന് പോകരുത്. ജൂലൈ 16 ശേഷം 9-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സൂര്യൻ മനസ്സമാധാനക്കുറവും അപമാനവും നൽകുന്നു. ശത്രുക്കളോട് വൈരാഗ്യം കൂടുന്നു. ബന്ധുക്കളുടെ അപ്രീതി ഉണ്ടാകുന്നു. 10-ാം ഭാവാധിപനായ സൂര്യൻ അഷ്ടമഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർമ്മരംഗത്ത് അലച്ചിലും ശത്രുക്കൾ നിമിത്തം തൊഴിൽ തടസ്സങ്ങളും ഉണ്ടാകാം. പണവരവിന് വലിയ കുറവുണ്ടാവുകയില്ല, പക്ഷേ ചിലവുകളും കൂടും. 7-ാം ഭാവാധിപനായ ശുക്രൻ ജൂലൈ 26 വരെ 7-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശുക്രൻ്റെ 7-ലെ സ്ഥിതി ബിസിനസ്സുകാർക്ക് ഗുണകരമായ ഫലങ്ങൾ നൽകുന്നില്ല. കൂടാതെ കുടുംബത്തിൽ സുഖക്കുറവും ദമ്പതികൾ തമ്മിൽ കലഹവും ദുരിതവും ആണ് ഉണ്ടാകുക. 5-ാം ഭാവാധിപനായ വ്യാഴം 8-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 8-ലെ വ്യാഴം വിദ്യാർത്ഥികൾക്ക് ചിട്ടയില്ലാത്ത ഒരു ജീവിതവും കാര്യതടസ്സങ്ങളും സുഹൃത്തുക്കളിൽ നിന്നും പ്രതികൂല അനുഭവങ്ങളുമാണ് നൽകുന്നത്. നല്ലവണ്ണം ശ്രമിച്ചാൽ മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ. പ്രണയിക്കുന്നവർക്ക് സമയം മോശമാണ്. വൃശ്ചികത്തിൻ്റെ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു ശത്രുത്വവും ദുഃഖവും നൽകുന്നു. പങ്കാളിയിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരും. സാമ്പത്തിക ക്ലേശങ്ങളും രോഗങ്ങളും ഉണ്ടാകാം. 2025 മാർച്ച് 29 ശനി 5-ാം ഭാവത്തിലേക്ക് സഞ്ചരിച്ചു. നിങ്ങളുടെ കണ്ടകശനി അവസാനിച്ചെങ്കിലും 5-ലെ ശനിയും നല്ല ഫലങ്ങൾ നൽകുന്നില്ല. സന്താനങ്ങളെക്കുറിച്ചുള്ള വ്യാധിയും ധനഹാനിയും നൽകുന്നു. അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ദൈവാധീനം നഷ്ടപ്പെടുത്തുന്നു. ധനനാശവും ശാരീരിക ക്ലേശങ്ങളും പ്രവൃത്തി തടസ്സവും അനാവശ്യ യാത്രകളും സ്ഥാനഭ്രംശവുമാണ് നൽകുന്നത്. ഓഗസ്റ്റ് 30 വരെ 9-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ അനുകൂല ഫലങ്ങൾ നൽകുന്നില്ല. ഏത് കാര്യങ്ങൾക്കും തടസ്സമുണ്ടാക്കും. അപവാദം കേൾക്കേണ്ടി വരും. മോശമായ ആഹാരങ്ങൾ കഴിച്ച് അസുഖം വരാൻ സാധ്യതയുണ്ട്. കൂടാതെ അനാവശ്യ ക്ലേശങ്ങളും ഉണ്ടാകാം. ചൊവ്വ 9-ഉം 10-ഉം ഭാവങ്ങളിലൂടെയാണ് ജൂലൈ മാസത്തിൽ സഞ്ചരിക്കുന്നത്. 9-ാം ഭാവം ചൊവ്വയ്ക്ക് അനുകൂല ഭാവമല്ല. എന്നാൽ 10-ൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയം കർമ്മരംഗത്ത് ഉയർച്ചയും വരുമാനവും വർദ്ധിക്കും. സഹപ്രവർത്തകരുമായി സഹകരിച്ചു പോകാൻ പ്രയാസമുണ്ടാകും. 9-ൽ ജൂലൈ 7 വരെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ആരോഗ്യക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. പണത്തിന് ദൗർലഭ്യവും ഉണ്ടാകും. 10-ലെ കേതു ചിലവുകൾ കൂട്ടുന്നു. അങ്ങനെ പൊതുവെ ഗ്രഹങ്ങളുടെ സ്ഥിതി നോക്കിയാൽ വൃശ്ചികൻ രാശിക്കാർക്ക് ഒരു മധ്യമ ഫലമായിരിക്കും ജൂലൈ മാസത്തിൽ ലഭിക്കുക. ദോഷപരിഹാരങ്ങൾക്കായി നവഗ്രഹ ക്ഷേത്ര ദർശനമാണ് ഏറ്റവും ശ്രേഷ്ഠകരം. വഴിപാടുകൾ നടത്തുക. ദോഷങ്ങൾക്ക് ശമനമുണ്ടാകും. അടുത്തതായി ധനുരാശി. മൂലം, പൂരാടം, ഉത്തരാടങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി. ധനുരാശിയുടെ 9-ാം ഭാവാധിപനായ സൂര്യൻ ജൂലൈ മാസത്തിൽ ധനുരാശിയുടെ 7, 8 ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 2 ഭാവങ്ങളും സൂര്യനെ പ്രതികൂല ഭാവങ്ങളാണ്. സൂര്യൻ 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം ദാമ്പത്യത്തിനും പ്രണയത്തിനും പ്രതികൂലത നൽകും. യാത്രകളും പങ്കാളിക്ക് രോഗങ്ങളും ഉണ്ടാകാം. കുടുംബത്തിൽ സ്വസ്ഥതയില്ലായ്മ, ഉദരരോഗം എന്നിവയും ഉണ്ടാകാം. ധനനഷ്ടം, ശത്രുക്കളുമായി വഴക്ക്, ഭാര്യയുടെ അപ്രീതി, അപമാനം, ഭയം, രോഗങ്ങൾ എന്നിവയാണ് അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ നൽകുന്നത്. 10-ാം ഭാവാധിപനായ ബുധൻ അഷ്ടമത്തിലാണ് ഓഗസ്റ്റ് 30 വരെ സ്ഥിതി ചെയ്യുന്നത്. അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ കർമ്മരംഗത്ത് അഭിവൃദ്ധിയും തൊഴിൽ ചെയ്യുന്നവർക്ക് പദവികളും പ്രസിദ്ധിയും പ്രതാപവും നൽകുന്നു. സമൂഹത്തിൽ ആദരവ് ലഭിക്കുന്ന സമയമാണ്. 7-ാം ഭാവാധിപന് ബുധനാണ്. ഇത് ബിസിനസ്സുകാരുടെ നേട്ടങ്ങളെ സൂചിപ്പിക്കുന്നു. പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനും സമയം മെച്ചമാണ്. ധനവരവ് പ്രതീക്ഷിക്കാം. 5-ാം ഭാവാധിപനായ ചൊവ്വ ജൂലൈ 26 വരെ 9-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. 5-ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വലിയ വിജയമുണ്ടാകും. സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വിദേശത്തെ ഉപരിപഠനത്തിന് പോകാൻ ഗവൺമെൻറ്റിൽ നിന്നും അനുമതി ലഭിക്കുന്ന സമയമാണ്. 2025 മെയ് 18 രാഹു 4-ാം ഭാവത്തിൽ നിന്നും
മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറി. 3-ലെ രാഹുവിൻ്റെ സ്ഥിതി ആരോഗ്യം വർദ്ധിപ്പിക്കും. ഏത് കാര്യങ്ങൾക്കും വിജയവും സുഖവും ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലത നൽകുന്നു. സുഖവും ധനവും വർദ്ധിക്കുന്ന സമയമാണ്. എന്നാൽ 9-ൽ സ്ഥിതി ചെയ്യുന്ന കേതു ശരീരപീഡയും രോഗങ്ങളും ധനച്ചിലവുകളുമാണ് നൽകുന്നത്. അപമാനവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 2025 മാർച്ച് 29-ന് ശനി 4-ാം ഭാവത്തിലേക്ക് രാശി മാറി. 4-ലെ ശനി സാമ്പത്തിക ക്ലേശങ്ങളും കുടുംബത്തിൽ സ്വസ്ഥത കുറവും മാതാവിന് ക്ലേശങ്ങളും ഉണ്ടാക്കാം. രോഗങ്ങൾ പിടിപെട്ടാൽ പെട്ടെന്ന് ചികിത്സിക്കണം. ശുക്രൻ 6-7 ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 2 ഭാവങ്ങളും ശുക്രനെ പ്രതികൂല ഭാവങ്ങളാണ്. ശത്രുക്കളെ കൊണ്ട് ഉപദ്രവവും അപമാന ഭീതിയും സന്താനങ്ങൾ കാരണം ദുഃഖവും സ്ത്രീകളെ കൊണ്ട് ഉപദ്രവവുമാണ് ഈ 2 ഭാവങ്ങളിലും ശുക്രൻ സഞ്ചരിച്ചാൽ ഉണ്ടാകുന്ന ഫലങ്ങൾ. 7-ാം ഭാവത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. 7-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം അഭീഷ്ടസിദ്ധിയും ആനന്ദവും കർമ്മപുഷ്ടിയും വാഹനം വീട് എന്നിവയുടെ ലഭ്യതയും നൽകുന്നു. അങ്ങനെ വ്യാഴം ബുധൻ രാഹു എന്നീ പ്രബലരായ ഗ്രഹങ്ങളുടെ ആനുകൂല്യം ലഭിക്കുന്നതിനാൽ ജൂലൈ മാസം നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. നവഗ്രഹ ക്ഷേത്ര ദർശനം ഉത്തമമാണ്. കൂടാതെ ശാസ്താവിന് നീരാഞ്ജനവും ഗണപതിക്ക് പൂജയും നടത്തുക. ദോഷശമനമുണ്ടാകും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.